ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ശബരിമല വിഷയത്തിൽ ഓരോ ഘട്ടത്തിലും നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും കുറ്റവാളി ആരായാലും പിടിക്കപ്പെടേണ്ടതാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. സർക്കാർ അന്വേഷണത്തിൽ ഇടപെടില്ല. അന്വേഷണത്തോട് സഹകരിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ചിലർ ബോധപൂർവം തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടായിരുന്നു TP രാമകൃഷ്ണന്റെ പ്രതികരണം. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെ എത്തിയെന്നും TP രാമകൃഷ്ണൻ ചോദിച്ചു. കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കൾക്ക് പോലും അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല. സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ പോറ്റി എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തുവരെ എത്തിയെന്ന ചോദ്യത്തിന് ഉത്തരം വേണമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കുറ്റവാളികൾ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കുറച്ച് സമയമെടുത്താലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ എല്ലാ വിവരങ്ങളും പുറത്തുവരും. കളവ് പറയാൻ എളുപ്പമാണ്. പക്ഷേ സത്യം ചെയ്ത് കാണിച്ച് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അല്പം കാലതാമസമുണ്ടാകും. തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായതിനാലാകാം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ആരെയും രക്ഷിക്കാൻ സർക്കാരോ പാർട്ടിയോ ഉദ്ദേശിക്കുന്നില്ല. തന്ത്രിയെ ദൈവതുല്യൻ എന്ന പത്മകുമാർ വിളിച്ചെങ്കിൽ അതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണം, TP രാമകൃഷ്ണൻ പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിനെ കുറിച്ച് അറിയില്ലെന്നും മന്ത്രി അറിയാതെ ഒന്നും നടക്കില്ലെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസിൽ CPMന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അപഹാസ്യമാണ്. CPMന്റെ 3 ഉന്നത നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. സുപ്രീംകോടതി വരെ പോയിട്ടും ഇവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. ഇവരുടെ പേരിലുള്ള പരാമർശങ്ങൾ നീക്കാൻ കോടതി തയ്യാറായിട്ടുമില്ല. ഞങ്ങൾ ഈ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പനോട് കളിച്ചവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല. CPMും സർക്കാരും ചേർന്ന് നടത്തിയ ഒരു കൊള്ളയാണ്. എത്ര കൈകഴുകാൻ ശ്രമിച്ചാലും ഇതിന്റെ പാപഭാരത്തിൽ നിന്ന് CPMനും സർക്കാരിനും രക്ഷപ്പെടാനാകില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി.